അപ്പോൾ ഇത് കുങ്ങോർപ്പള്ളിയിലായിട്ട് വന്ന ഒരു വീടാണ്. കുങ്ങോർപ്പള്ളി എന്ന് പറയുമ്പോൾ വരാപ്പുഴയിൽ നിന്ന് കുറച്ച് പോകണം, പക്ഷേ ആലുവൊക്കെ അടുത്താണ്. അതുപോലെ തന്നെ എല്ലാ മേജറായിട്ടുള്ള സിറ്റീസിലോട്ടും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഈ വീടിനെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട്. മെയിനായിട്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മളുടെ ഹാൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഏരിയ. ഹോൾ സീലിംഗ് കടകളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു TV യൂണിറ്റിൻ്റെ വർക്കുണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല വലിപ്പമാണ്. ഒരു 6 പേർക്ക് വരെ അധികം കൺജസ്റ്റഡ് ഫീൽ വരാതിരിക്കാൻ പറ്റുന്നൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈനും കൂടി ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള കബോർഡ് വർക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഷോക്കേസ് ഉണ്ട്. അപ്പോൾ ഈ ചൈന സെറ്റൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ ഓപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ തന്നെ അത്യാവശ്യം എല്ലാ പോയിന്റുകളും അതിൻ്റെ വർക്ക് ചെയ്തത് തന്നെ ഓർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സെറ്റ് നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അവർ. വാർഡ്രോബ് അടക്കം എല്ലാം ഒരു കിച്ചണിൽ നമുക്ക് വേണ്ട കബോർഡ് വർക്ക് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പേസ് ആണെങ്കിലും നല്ല നീറ്റായിട്ട് പ്രൈവസി ഗ്ലാസ്സൊക്കെ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ ആണെങ്കിലും നീറ്റാണ്. നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. 2-3 പേർക്ക് ഒരുമിച്ച് നടന്നാലും വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെറ്റീരിയൽസ് നോക്കിയാൽ അറിയാം, ഒന്നിലൊരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ സ്പേസ് വേസ്റ്റ് ചെയ്ത് കളയണ്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ റൂമൊക്കെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റായിരിക്കും. ഇവിടെയായിട്ട് ഈ സ്പേസും വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരാം. മാസ്റ്റർ ബെഡ്റൂമിൽ നല്ല സ്പേസ് ഉണ്ട്. ഹോൾ സീലിംഗ് വർക്ക് പ്രോപ്പറാണ്. നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. സൗകര്യങ്ങൾക്ക് കുറവില്ല. ഇപ്പോൾ ഡൈനിങ് ഏരിയ ഇത്തിരി കൂടി നീറ്റായിട്ട് കാണണമെങ്കിൽ ഈ സ്പേസിൽ കണ്ടാൽ മനസ്സിലാവും. നല്ല ഡൈനിങ് ഏരിയ ആണ്. ഗസ്റ്റ് വന്നാലും പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കണേ. മുകളിലോട്ട് കയറാട്ടോ. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല ഡ്രസ് വർക്കെല്ലാം ഫിനിഷായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ടെറസ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനുള്ള എല്ലാ പോയിൻറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ് വർക്കെല്ലാം ഫിനിഷാണ്. മുകളിലോട്ട് കയറാനായിട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സ്പേസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മുകളിലുള്ള യൂട്ടിലിറ്റി സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി ഇതും അടുത്തൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ടെറസ് ഏരിയയാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടൈലെല്ലാവരും സ്ലിപ്പാവാത്ത മോഡലാണ്. ഞാൻ പറയുന്ന പേര് എനിക്കറിയില്ല. ഇനി മുകളിലുള്ള ബെഡ്റൂമിലോട്ട് കയറുകയാണ്. നല്ല അറ്റാച്ച്ഡ് ബാത്റൂമുള്ള നീറ്റ് ബെഡ്റൂം തന്നെയാണ്. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു വാർഡ്രോബ് അവിടെ ഉണ്ട്. ഇനി ഈ സ്റ്റെയറിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വുഡൊക്കെ യൂസ് ചെയ്ത് നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ബെഡ്റൂമാണ് ഇനിയുള്ളത്.
അതും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. ഇപ്പോൾ കണ്ട ബെഡ്റൂമുകളെല്ലാവരും ക്യൂൻ ബെഡ് വരെ ഇടാൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആണ്. നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. ബാൽക്കണി ഒരു നാരോ പാസേജാണുള്ളത്. ചെയറിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിലും കുറച്ച് നമുക്ക് പാർക്കിംഗ് ഒക്കെ നീറ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ റോഡ് കാണാം. റോഡ് നല്ല വലിയ പ്രൈവറ്റ് റോഡാണ്. ഇവിടെ ഒരു വണ്ടി നോക്കാനാണെങ്കിലും അകത്ത് വേറൊരു പാർക്കിങ്ങിലും ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 2 കാറ് വരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പാർക്ക് ചെയ്യാൻ പറ്റും. വിലവിഭാഗവും കാര്യങ്ങളൊന്നും പറയാനായിട്ട് അറിയില്ല ഇപ്പം. അത് മെയിനായിട്ട് പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഒരു ലാൻഡിനെ സംബന്ധിച്ചും പെരനെ സംബന്ധിച്ചും അതിൻ്റെ റേറ്റ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ ഇതിന് കോൺടാക്റ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പറും കൊടുക്കാം. നമ്മളെ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം.